ഹായ്, എല്ലാവർക്കും നമസ്കാരം. TBS വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഒരു ചെറിയ സവാളയാണ് കേട്ടോ, ചെറുതാക്കി അരിഞ്ഞത്. ഒരു മീഡിയം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിയണം കേട്ടല്ലോ. പിന്നെ ഗ്രീന് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, നമ്മുടെ സ്പ്രിങ് ഓനിയൻ, പിന്നെ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ്, പിന്നെ സോയാ സോസ്, പിന്നെ ചില്ലി സോസ്, പിന്നെ നമ്മുടെ ചിക്കൻ ഇത് ഞാൻ ഒരു 250 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിത് വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യത്തിന് ഓയിലും. ഓക്കെ, നമുക്കെന്നാൽ ആദ്യം ചിക്കൻ വറുത്തെടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഒന്ന് സ്റ്റീമിൽ വെച്ച് കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കന്. കാരണം എന്ന് വെച്ചാൽ ഈ ഓയിലിൽ കിടന്ന് അധികം വേവുന്നതിന് നല്ല നമുക്ക് പെട്ടെന്ന് നമ്മുടെ പാകത്തിനാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. തീ ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് സ്റ്റീം ചെയ്ത് ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അധികം എണ്ണയിൽ കിടന്ന് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. കൈ കൊണ്ടിട്ട് കൊടുത്താൽ തന്നെയുള്ളൂ നമുക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ മസാല പിടിക്കുള്ളൂ. നമ്മൾ കുറച്ച് വേവിച്ചെടുത്തതുകൊണ്ട് അധികം എണ്ണയിൽ വേവിക്കണമെന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ പാകത്തിന് നല്ല മുരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തുടങ്ങാനേ. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ച് നന്നായിട്ട് ചൂടായി ഞാൻ ഓയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് സവാള ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒന്ന് വേവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനകത്തേക്ക് ഞാനൊരു കാര്യം കൂടെ പറയാൻ പറ്റും കേട്ടോ. ഒരു മുളക്, പച്ചമുളകില്ലേ, നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെന്ത് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല കേട്ടോ ഉള്ളി.
അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് റെഡ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരണം. അപ്പം അതൊന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. ക്യാപ്സിക്കവും പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലിയും ഇല്ലേ, അതൊന്ന് നന്നായിട്ട് കുറച്ചൊന്ന് കുക്കായി. അപ്പം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ സ്പ്രിങ് ഓനിയൻ ഉണ്ടല്ലോ, അത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണാണ് സോയാ സോസ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി സോസാണ് കേട്ടോ. ഇത് റെഡ് ചില്ലി സോസാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്കിത് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നാക്കി ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചൊരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 7 മിനിറ്റ് കേട്ടോ. നമ്മൾ ഓൾറെഡി ചിക്കൻ കുറച്ച് വേവിച്ചതുകൊണ്ട് ഒരു 7 മിനിറ്റ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കണം അമർത്തുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.